ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരിക്കാർക്ക് സ്വന്തമെന്ന് പറയാവുന്ന അഭിനന്ദനായിട്ടുള്ള ജോർജ് ആലഞ്ചേരി പിതാവേ, പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോസഫ് പെരുന്തോട്ടം പിതാവേ, ചങ്ങനാശ്ശേരിയുടെ സഹായമെത്രാൻ പ്രിയങ്കരനായിട്ടുള്ള തോമസ് തറയിൽ പിതാവേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായിട്ടുള്ള ബഹുമാനപ്പെട്ട വന്യപിതാക്കന്മാരെ, സഹോദര വൈദികരെ, ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, യുവാക്കളെ, കുഞ്ഞുമക്കളെ, ഞാൻ ആദ്യമായിട്ട് ആദിലുമിന വിസിറ്റിനെ സിറോ മലബാർ മെത്രാന്മാരുടെ കൂട്ടത്തിൽ പോയത് 2011 ഏപ്രിൽ മാസമാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഞങ്ങൾ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. ഞങ്ങളോട് കുറേയേറെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം അഭിമന്യ പിതാവ് ഞങ്ങൾ ഓരോരുത്തരെയും തൻ്റെ അടുത്തേക്ക് വിളിച്ച് ഞങ്ങളെ ആശീർവദിക്കുകയും ചേർത്ത് പിടിക്കുകയും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാൻ വളരെ ജൂനിയർ മോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഏറ്റവും ഒടുവിലേക്ക് ഊഴം കാത്തു നിന്നു. പക്ഷെ എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായി. എൻ്റെ മുൻപിലുണ്ടായിരുന്നത് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവാണ്. പിതാവ് മാർപ്പാപ്പയുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാർപ്പാപ്പയുടെ അടുത്തുണ്ട്. കാരണം പൗത്തിൽ പിതാവ് കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് മാർപ്പാപ്പ സ്വീകരിക്കുക. മാർപ്പാപ്പ ഞങ്ങൾ മറ്റുള്ള മെത്രാന്മാരോടൊക്കെ പെരുമാറിയതിനേക്കാൾ വിട്ട് ഒരു എക്സ്ട്രാ മൈല് അടുപ്പം പൗത്തിൽ പിതാവിനോട് കാണിച്ചു. ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പറയുന്ന മാർപ്പാപ്പ പറഞ്ഞു എന്ന വാക്ക് കേട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ. മാർപ്പാപ്പ ഇറ്റാലിയനിലാണ് അത് പറഞ്ഞത്. അത് മാർപ്പാപ്പ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനാണ് പൗത്തിൽ പിതാവിനെ തർജ്ജമ ചെയ്തു കൊടുത്തത്. "Tu sei la corona della Chiesa Sero Malabarese." മാർപ്പാപ്പ വളരെ വാത്സല്യത്തോടുകൂടി പിതാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, "You are the crown of the Syro Malabar Church." അതുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയും മറ്റുള്ളവരൊക്കെ അത് പറയുമ്പോൾ അതിലൊരു അതിശയോക്തിയില്ല. അത് പരിശുദ്ധ പിതാവ് വളരെ വികാരവായ്പോടുകൂടെ പൗത്തിൽ പിതാവിനോട് പറഞ്ഞതാണ്. ഞാനതിന് സാക്ഷിയാണ്. പൗത്തിൽ പിതാവിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ പാരമ്പര്യമനുസരിച്ച് തലേനാളിലാണ് പിതാവിൻ്റെ ആഘോഷങ്ങളൊക്കെ വരുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് സ്വർഗാരോഹണ തിരുനാൾ, സ്വാതന്ത്ര്യദിനം. പക്ഷെ പിതാവ് ജനിക്കുന്നത് ഓഗസ്റ്റ് 14-നാണ്. പിതാവ് മരിക്കുന്നത്, യൗസേപ്പ് പിതാവിൻ്റെ പേരുകാരനായിട്ടുള്ള പിതാവ് മരിക്കുന്നത് മാർച്ച് മാസം 18-ാം തീയതിയാണ്. ഒരുപക്ഷെ വേരുകളോട് വളരെയേറെ അടുപ്പം പുലർത്തിയ ഒരു പിതാവാണ്. പിതാവിൻ്റെ ബയോഗ്രഫി ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പിതാവ് 8 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാനായിരുന്നു. ഇന്ന് കാണുന്ന കാഞ്ഞിരപ്പള്ളി രൂപത ഉഴുതു മറിച്ചത് എന്നോട് പുളിക്കൽ പിതാവ് പറഞ്ഞു, എന്നോട് അറക്കൽ പിതാവ് പറഞ്ഞു, ഞങ്ങൾ ഓർക്കാതെ പോകരുത്.
ഞങ്ങളുടെ PDS ഞങ്ങളുടെ MDS ഒക്കെ പിതാവിൻ്റെ വലിയ ദൂരക്കാഴ്ചകളുടെ ഫലമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപത എത്തി നിൽക്കുന്ന ദൂരങ്ങൾ നമുക്കറിയാം. സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് അറക്കൽ പിതാവ് കൊടുത്ത ഊന്നലും അഭിയൊന്ന് പുളിക്കൽ പിതാവ് അത് തുടരുന്നതിൽ കാണിക്കുന്ന താല്പര്യവും അതിൻ്റെയൊക്കെ വഴിവെട്ടിയ ഒരു മഹാനുഭവനാണ് ജോസഫ് പൗത്തിൽ പിതാവ്. പൗത്തിൽ പിതാവ് കാഞ്ഞിരപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം പടിയറ പിതാവ് വിരമിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങി വന്നു. ഒരുപക്ഷേ പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പോലിത്തയായിട്ട് തുടർന്നു. ഇന്ന് വായിച്ച സുവിശേഷവും അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നോട് ഏത് സുവിശേഷമാണ് വായിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവ് ശെമയോൻ കേപ്പായോട് പറയുന്ന വാക്കുകൾ അതൊരു പക്ഷെ പൗത്തിൽ പിതാവിനെ നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഇണങ്ങുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശെമയോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ബെനഡിക്ട് മാർപ്പാപ്പ 16-ാമൻ മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് സ്വന്തം ജീവിതത്തിലെ സ്വന്തം കാഴ്ചപ്പാടാക്കി മാറ്റിയ ഒരു പിതാവാണ് പൗത്തിൽ പിതാവ്. മാർപ്പാപ്പ പറഞ്ഞു, ക്രിസ്റ്റോളജി കണ്ടിന്യൂസ് ഇൻ എക്ലസിയോളജി and ecclesiology culminates in missiology. നിങ്ങൾ പൗത്തിൽ പിതാവിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ ക്രിസ്തു ഭാഷ്യം എന്ന് പറയുന്നത് സഭയോടുള്ള അനിതര സാധാരണമായിട്ടുള്ള അടുപ്പമാണ്. ക്രിസ്തുവിനെ പിതാവ് കണ്ടെത്തിയത് സഭയ്ക്കകത്താണ്. അതുകൊണ്ട് തന്നെ പിതാവിനെ സംബന്ധിച്ച് പിതാവ് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്നേഹിച്ചത് സഭയെ സ്നേഹിച്ചുകൊണ്ടാണ്. പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഒരു വൈരുദ്ധ്യമുണ്ട്. പലരും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സഭയെ സ്നേഹിക്കാൻ അവർക്ക് You cannot separate Christology from ecclesiology. You cannot separate ecclesiology from missiology. പൗത്തിൽ പിതാവ് ഇന്ന് ഓർമ്മിക്കപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വലിയ ഒരു കാഴ്ചപ്പാടിലാണ്. സിറോ മലബാർ സഭയ്ക്ക് ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ വേണമെന്ന് CBCI മീറ്റിങ്ങിൽ ആദ്യം പറയാൻ ചങ്കൂറ്റം കാണിച്ചൊരു പിതാവ് പൗത്തിൽ പിതാവായിരുന്നു. ഒറ്റക്കാക്ക എന്ന് പറയാം നമുക്ക്, ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ക പഴുത്തോ എന്ന് ലോകത്തെ അറിയിക്കുന്നത് കാക്കയാണ്. അത് കൊത്തി ഇപ്പം നമുക്ക് മനസ്സിലായത് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന്. നമ്മൾ കാക്കയെ കല്ലെറിഞ്ഞ് വിടും, ചക്ക വെട്ടിയിറക്കി നമ്മൾ പങ്കിടും. നമ്മുടെ സിറോ മലബാർ സഭയുടെ ചക്രവാളങ്ങൾക്ക് ഇന്ത്യ മുഴുവനും, ഇന്ത്യക്ക് അപ്പുറത്തേക്കും അവകാശമുണ്ടെന്ന് ധീരതയോടുകൂടെ പറയാൻ പിതാവ് കാണിച്ചിട്ടുള്ള ഒരു ക്രിസ്തുശാസ്ത്രമുണ്ട്. അതാണ് പിതാവിൻ്റെ സഭാശാസ്ത്രം. ഇന്ന് നമ്മൾ ഓൾ ഇന്ത്യയാണ്. ശംഷാബാദ് രൂപത 2017 ഒക്ടോബർ മാസം 9-ാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ചപ്പോൾ അതിൽ പറഞ്ഞൊരു വാചകം എൻ്റെ മനസ്സിലെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ പിറകിൽ പൗത്തിൽ പിതാവിൻ്റെ രക്തമുണ്ട്.
the territories in India not yet included in other 30 dioceses is ascribed to the eparchy of Shamshabad. ഡ്യൂ എന്ന് പറയുന്നൊരു ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനത് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരാളാണ്. കാരണം അത് എൻ്റെ രൂപതയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അത് കിടക്കുന്നത് രാജകോട്ട് രൂപതയിൽ ഒരു കടൽ തീരത്താണ്. ആ കടൽ തീരത്ത് കിടക്കുന്ന ദ്വീപടക്കം സീറോ മലബാർ സഭയ്ക്ക് നൽകാൻ, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ലക്ഷദ്വീപ്, ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ അവിടെയൊക്കെ സീറോ മലബാർ സഭയ്ക്ക് അജപാലനപരമായിട്ടുള്ള അധികാരമുണ്ടെന്ന് മാർപ്പാപ്പ എഴുതിയതിൻ്റെ പിറകില് ആ മഷിയിലെ രക്തം പൗവത്തിൽ പിതാവിൻ്റെ രക്തത്തുള്ളികളാണ്. പൗവത്തിൽ പിതാവിന് ഒരു വലിയ പ്രത്യേകതയുള്ളത്, അദ്ദേഹം സഭയെ സ്നേഹിച്ചത് സഭയുടെ പൈതൃകങ്ങൾ കണ്ടുപിടിക്കാനും സ്നേഹിക്കാനും അത് പുനരുദ്ധരിക്കാനും കാണിച്ച വലിയ കാഴ്ചപ്പാടാണ്. പത്രോസിനോട് കർത്താവ് ചോദിച്ചു, നീ എന്നെ ഇവരെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, ഓ കർത്താവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പൗവത്തിൽ പിതാവ് നഷ്ടപ്പെട്ട പൈതൃകങ്ങൾ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ലെന്ന് സീറോ മലബാർ സഭയോട് ആദ്യം പ്രവാചകതുല്യം സംസാരിച്ച ഒരാളാണ്. നമുക്ക് ഒരുപാട് കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും നഷ്ടപ്പെടുത്തണ്ട. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യക്കുറവ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഒരുപാട് പൈതൃകങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് പരിശ്രമിക്കണം. നമുക്ക് ആദ്യം നല്ല വിഷമമുണ്ടായിരുന്നു വിഭൂതി ബുധനിൽ നിന്ന് നോയമ്പിലെ ആദ്യത്തെ തിങ്കളാഴ്ചയിലേക്ക് മാറണം. പക്ഷെ പിതാവ് അതിവിടെ ശാഠ്യം പിടിച്ച ഒരാളാണ്. പിതാവ് അവിടെ ശാഠ്യം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പേത്രത്തേക്കാണ് നോമ്പ് ആരംഭിക്കുന്നത്. ആദ്യം പറഞ്ഞപ്പോൾ ഇത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പിതാവ് അത് പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ഇപ്പൊ നമുക്കൊരു വിഷമവുമില്ല. നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത് നോമ്പിൽ ആദ്യത്തെ ഞായറാഴ്ചയാണ്. പൗവത്തിൽ പിതാവ് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള, വളർച്ചയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകൾ സീറോ മലബാർ സഭയുടെ റൂട്ടിംഗ്. ഇന്ന് സീറോ മലബാർ സഭയ്ക്ക് ഒരുപാട് ഫ്രൂട്ടിങ്ങുകളുണ്ട്. ഓൾ ഇന്ത്യ മുഴുവനൊക്കെ നമുക്ക് കിട്ടി. മിഷൻ ഡൈസുകൾക്കൊക്കെ ഇനി പ്രോവിൻസുകൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ റൂട്ടിങ്ങിന് വേണ്ടി പൗവത്തിൽ പിതാവ് നടത്തിയിട്ടുള്ള കഠിനാധ്വാനവും പരിശ്രമവും ഒരുപാട് നന്ദിയോടുകൂടെ ഏറ്റുപറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. സീറോ മലബാർ സഭയുടെ വൈദിക പരിശീലന രംഗത്തും പിതാവ് കാണിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ പിറകിലെ ഒരുപാട് സഭയ്ക്ക് വളർച്ചയ്ക്ക് സാധ്യതകൾ. ഇന്ന് വടവാതൂർ സെമിനാരിയെ കുറിച്ച് പിതാവിന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആ സ്വപ്നങ്ങളുടെ പിറകില് പിതാവ് മനസ്സിൽ സൂക്ഷിച്ച ചില മൂല്യങ്ങളുണ്ട്. ഞാൻ മറ്റു സെമിനാരികളിൽ നമ്മുടെ പിള്ളേർ പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമ്മുടെ വൈദിക വിദ്യാർത്ഥികൾ നമ്മുടെ തനതായ ഒരു ശൈലിയിലും ആരാധനക്രമത്തിലും പാരമ്പര്യങ്ങളിലും വളർത്തപ്പെടണമെന്ന് അദ്ദേഹം വാദിച്ചൊരു മനുഷ്യനാണ്. സീറോ മലബാർ സഭയ്ക്ക് തനതായ പാഠപുസ്തകം വേണമെന്ന്, വേദപാഠപുസ്തകം വേണമെന്ന്, മൂന്നറിയത്തിനും കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന പാഠപുസ്തകങ്ങൾ പോരാ, നമുക്ക് നമ്മുടേതായിട്ടുള്ള പാഠപുസ്തകങ്ങൾ വേണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ച ആളാണ്. അതൊന്നും വിഭജനത്തിൻ്റെ വാക്കുകളായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളാണ്. പൗവത്തിൽ പിതാവിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മ ഞാൻ അവസാനിപ്പിക്കുന്നത് എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞിട്ടാണ്. തൃശ്ശൂരിൽ മദർ തെരേസ വന്നപ്പോൾ മദറിൻ്റെ പ്രസംഗം തർജ്ജമിച്ചാണല്ലോ മഹാഭാഗ്യം എനിക്കാണ് കിട്ടിയത്. 100,000 ആൾ കൂടിയിട്ടുണ്ടായിരുന്നു.
മദർ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ, പ്രസംഗിക്കുന്നതിന് മുൻപ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ, മൈ വോയിസ് ഈസ് വെരി ഫീബിൾ, പ്ലീസ് ഡു ഗിവ് ആഡഡ് കോഷൻ. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്ലീസ് ലുക്ക് ടു മൈ ഫേസ് ഓർ റേസ് യുവർ ഹാൻഡ്, ഐ വിൽ റിപ്പീറ്റ്. ഞാൻ പറഞ്ഞു, മദറെ ചുണ്ടനിയെ ഞാൻ തർജ്ജമ ചെയ്യും, എനിക്കത് മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, മദർ എന്താ പറയാൻ പോണെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എന്താ ഉണ്ടായെന്നറിയാമോ? മദർ സംസാരിച്ച് ഞാൻ തർജ്ജമയ്ക്ക് മയക്കി ചെന്നപ്പോൾ 1,00,000 ആളുകൾ എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് മാറ്റൂ, ഈ പ്രസംഗത്തിന് തർജ്ജമ വേണ്ട. കുണ്ടുകുളം പിതാവ് എന്നോട് പറഞ്ഞു, മാറിക്കോ. ആളുകൾ സമ്മതിക്കുന്നില്ല. തർജ്ജമ കൂടാതെ സംസാരിച്ച ഒരു മനുഷ്യനാണ് പൗത്തിൽ പിതാവ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്ക് ഒരു തർജ്ജമയും വേണ്ട. അദ്ദേഹത്തിന്റെ ജീവിതം അത് മഗ്ദലന മറിയം കർത്താവിന്റെ കാൽപാദങ്ങൾ പൊട്ടിച്ചൊഴിച്ച തൈലക്കുപ്പി പോലെയാണ്. അതിൻ്റെ സുഗന്ധ പരിമളമാണ് സഭയുടെ പൈതൃകങ്ങളുടെ, പാരമ്പര്യങ്ങളുടെ, സഭയുടെ നിലപാടുകളുടെ ഒക്കെ സുഗന്ധം. അദ്ദേഹം ആരാധനക്രമത്തിലും സഭാശാസ്ത്രത്തിലും മാത്രമല്ല, എനിക്ക് തോന്നുന്ന KCBCയുടെ പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം അദ്ദേഹം തുടർന്നിട്ടുണ്ട്. കേരള സഭയെക്കുറിച്ചും റീത്തുകൾ തമ്മിലുള്ള പരസ്പര കോംപ്ലിമെന്റാരിറ്റിയെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രിയപ്പെട്ട KCBCയുടെ ഒരു പ്രസിഡന്റായിരുന്നു. പിന്നീട് അദ്ദേഹം CBCIയുടെയും ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടു. പൗത്തിൽ പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലെ സൂര്യോദയം പ്രഖ്യാപിക്കാൻ കടന്നു വന്ന മോർണിംഗ് സ്റ്റാറാണ്, ഉഷകാല നക്ഷത്രമാണ് പൗത്തിൽ പിതാവ്. ഇന്ന് സിറോ മലബാർ സഭ സൂര്യോദയത്തിലാണ്. അതിനതിർത്തികളില്ലാതെ അത് വളർന്നു. നമ്മുടെ മൈഗ്രൻസിനെല്ലാം രൂപതകളിലായി. നമുക്ക് എല്ലാ കോണ്ടിനെന്റുകളിലും നമ്മുടെ സംവിധാനങ്ങളായി. പക്ഷെ ഇതൊക്കെ ആരംഭത്തിൽ വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ച പൗത്തിൽ പിതാവ് സിറോ മലബാർ സഭയുടെ മോർണിംഗ് സ്റ്റാറാണ്. പിതാവിൻ്റെ പാവനസ്മരണയ്ക്ക് മുൻപിലെ ഒരുപാട് ആദരവോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ, സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. പിതാവിൻ്റെ സ്വർഗീയ മധ്യസ്ഥം ഇനിയുള്ള കാലങ്ങളിലെ സഭയ്ക്ക് സ്വർഗത്തിന് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ